ഒന്നായിരുന്നു കർഷകരുടെ കൂട്ട ആത്മഹത്യ. നമുക്കായി ഇപ്പോൾ ഇവിടെ ഈ ഒരു സദസ്സിനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും. കാരണം വൃത്തികെട്ട കണ്ണുകൾ കൊണ്ട് കാണുന്ന ഇന്നത്തെ ലോകത്ത് അന്യരെ പോലും സ്വന്തം മക്കൾ സാധുക്കളോടുള്ള കരുണയാണ് മക്കളെ ഈശ്വരനോടുള്ള കടമ, ചരാചര പ്രേമമാണ് മഹിതമായ തപസ് എന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന ഈ അമ്മയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ന് അമ്മയുടെ നിർദ്ദേശാനുസരണം മാതാ അമൃതാനന്ദമയി മനസ്സിനെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലുതാണ് എന്ന് പറഞ്ഞാൽ അതൊരു സാധിക്കാത്ത അത്രയധികമാണ്. അമൃത കുടീരം ഭവനദാന പദ്ധതി, അമൃതനിധി പെൻഷൻ, വിദ്യാമൃതം സ്കോളർഷിപ്പ്, പ്രകൃതി ദുരിതാശ്വാസ സ്വാശ്രയ സംഘങ്ങൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, അനാഥാലയം, കോടിക്കണക്കിന് ജനങ്ങളെ നേരിൽ കണ്ട് അവരെ മാറോട് ചേർത്ത് അവരുടെ ദുഃഖങ്ങളും ഇന്നിവിടെ നമ്മൾ വിദ്യാമൃതം പെൻഷൻ, വിദ്യാമൃതം സ്കോളർഷിപ്പ് വിശദീകരിക്കാനുണ്ടെങ്കിലും സമയം വളരെ പരിമിതമായതിനാൽ ഞാൻ എൻ്റെ അധികം ശ്രദ്ധാലുവായ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വ്യക്തിത്വം അലങ്കരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ പേരിൽ സവിനയം ഈ വേദിയിലേക്ക് സ്വാഗതം. സാന്നിധ്യം കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി സ്വാമിജി അമ്മയുടെ സന്യാസി ശിഷ്യൻ കൂടിയായ സ്വാമിജിയെ ആദരവായ മറ്റു കുടുംബങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ ഈ പരിപാടിയുടെ ഉദ്ഘാടനം അറിയുന്നതുപോലെ തന്നെ എല്ലാ വിഭാഗം ആളുകളും പ്രത്യേകിച്ച് കഴിവുള്ളവരും സഹായിക്കാൻ സന്നദ്ധരും അല്ലാതെ കഴിവുള്ളവർ സഹായം ചെയ്യണമെന്നില്ല. പക്ഷേ സുമനസ്സുകളായിട്ടുള്ള സന്നദ്ധ മനോഭാവമുള്ളവർക്ക് മാത്രമേ സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ നേരിൽ കാണുന്നതിനും അവരുടെ അവസരം മനസ്സിലാക്കുന്നതിനും എന്താണ് അവരുടെ ആവശ്യങ്ങളെന്ന് കണ്ടറിഞ്ഞുകൊണ്ട് ഇടപെടാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം ആളുകൾ ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിലും അതോടൊപ്പം തന്നെ അമൃതാനന്ദമയുടെ ഭക്തരും അതോടൊപ്പം വിശ്വാസികളുമായി വളർന്നതിൻ്റെ ഭാഗമായി തന്നെ സഹായ മനസ്ഥിതിയും അവരുടെ മനസ്സിലൊക്കെ കുടികൊള്ളുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വിപുലമായ പരിപാടി ഈ തോതിൽ കാസർഗോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുന്നത് എന്ന സൂചനയില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. അഭിപ്രായം ഈ യോഗനെ എന്ത് കൊടുക്കണം